എന്താ തോമസേ, മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല. ഇനി എന്താണെന്ന് പറ. നീ നാളെ ഫ്രീ ആയിരിക്കോ? നാളെയോ? നാളെ എനിക്ക് മൂന്നാറിൽ പോണം. പോയി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാ വരുള്ളൂ. സോളോ ട്രിപ്പൊക്കെ ആയിരിക്കും. നമ്മളിനെ ഒന്നും ആർക്കും വേണ്ടല്ലോ. പിന്നെ സോളോ ട്രിപ്പ്, എനിക്ക് അവിടെ എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാ ഞാൻ പോണേ. പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം കേട്ടാ. അതിപ്പോ നീ എന്നോട് 10ാമത്തെ പ്രാവശ്യം പറയണേ. ബാക്കിയുള്ള ഫ്രണ്ട്സിനോട് നീ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്ന് വെച്ചിട്ട് പോടാ ഇവിടുന്ന്. ശരി എന്നാ, ഞാൻ പിന്നെ വിളിക്കാം. അല്ല, വീട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി ബ്രോക്കർ വിളിച്ചില്ലല്ലോ. ഞാൻ വിളിച്ചേക്കാം. ഹലോ. മോനെ, നീ വിളിക്കാൻ കാത്തു നിൽക്കായിരുന്നു. പിന്നെ ഇന്ന് രാത്രിയല്ലേ പോണേ? അതെ. ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. മറക്കാണ്ട് ഇന്ന് തന്നെ ബുക്ക് ചെയ്യണേ മോനെ. ബുക്ക് ചെയ്യാൻ 100 രൂപയ്ക്ക് പെർ നൈറ്റ്. വേറെ എവിടെയും കിട്ടില്ല. മടിക്കാണ്ട് ബുക്ക് ചെയ്യണേ മോനെ. ശരി, ഞാൻ നോക്കാം. മോനെ, ഞാൻ ബ്രോക്കറാ. വീട് വാങ്ങിക്കാനുള്ള ഡീറ്റെയിൽസും പിന്നെ വീടിന്റെ പടവും പിന്നെ എന്തുട്ടാ ഗൂഗിൾ മാപ്പ് അതൊക്കെ ഞാൻ ഒരു ലിങ്കിൽ അയച്ചിട്ടുണ്ട്. ആ മോളില് കാണാട്ടോ ഒരു ലിങ്ക്. അതുമ്മ പിടിച്ച് അമർത്തിയിട്ട് അത് ബുക്ക് ചെയ്യണേ കേട്ടോ മോനെ. ബുക്ക് ചെയ്യണേ, വേറെ ഒരു വീടും ബുക്ക് ചെയ്യരുത്. വെറും 200 രൂപ പെർ നൈറ്റ്. നിങ്ങൾ മോൻ ബുക്ക് ചെയ്യണം കേട്ടാ. ബുക്ക് ചെയ്യണേ. വെറും 100 രൂപ പെർ നൈറ്റാ? ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. തട്ടിപ്പാണെന്നാ തോന്നണേ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ഇപ്പൊ അത് ബുക്ക് ചെയ്യാം. ഇതന്നെയല്ലേ വീട്? ബ്രോക്കർ അയച്ച ഫോട്ടോ എടുത്ത് നോക്കാം, എന്നാലല്ലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഏകദേശം ഇതേപോലെയൊക്കെ ഉണ്ടല്ലോ. ഇതന്നെ ആയിരിക്കുള്ളൂ. എന്തോ ഒരു ശബ്ദം. ഗേറ്റ് എങ്ങനെ അടഞ്ഞേ? കാറ്റുകാരനായിരിക്കും. ഇതെന്താ അമ്മേ?
ഏയ്, ചിലപ്പോ ടെൻഷൻ കാരണം എന്തെങ്കിലും തോന്നിയതായിരിക്കും. ആറാ നീ എന്റെ വീട്ടിൽ എന്തിനാ വന്നേ? ഇത്രയും ചൂടാവണത് എന്തിനാ ജോസഫേ? ഞാൻ പറഞ്ഞു തരാം. ഇവിടെ വന്ന് ഇരിക്കും നീ ആദ്യം. എന്തു പറയാന്ന്? ഇറങ്ങി പോടാ അവിടുന്ന്. ഞാൻ പോവാം, ആദ്യം നീ ഒന്ന് വാ, ഞാൻ പറഞ്ഞു തരട്ടെ. അത് ശരി, അപ്പൊ അങ്ങനെയായില്ലേ? കാണിച്ചുതരാം. രാവിലെ തന്നെ ഓരോരുത്തരും വന്നോളും ദിവസം മെനക്കെടുത്താൻ വേണ്ടി. ഓ, ഇവനോടൊക്കെ ആര് പറയാൻ? പോയാ? ഓ, ഇതെന്തത് തുറക്കാൻ പറ്റാത്ത എന്റെ ദൈവമേ. എന്താ ഗേറ്റ് തുറക്കാൻ പറ്റാത്തെ? അതൊക്കെ പറയാം, ഇവിടെ വന്നൊന്ന് ഇരിക്ക ആദ്യം. അത് ശരി, ഇപ്പൊ അങ്ങനെയായില്ലേ? അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് പറ, എന്താ എനിക്ക് ആ ഗേറ്റ് തുറക്കാൻ പറ്റാത്തെ? പറയടാ. ഇതേ ഒരു ട്രാപ്പാ. ഗേറ്റിന്റെ അകത്ത് കേറിയ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു ട്രാപ്പ്. ബ്രഹ്മയുഗം കളിച്ചോണ്ടിരിക്കാണ്ട് ഇറങ്ങി പോടാ ഇവിടുന്ന്. ഞാനേ ബ്രഹ്മയുഗം കളിക്കല്ല മോനെ. ഞാൻ പറയണതൊക്കെ നിനക്കിനി വിശ്വസിച്ചേ പറ്റുള്ളൂ. നീ കേറി വന്നപ്പോ ആ ഗേറ്റ് അടഞ്ഞില്ലേ? ഗേറ്റ് അടയണേക്കാളും മുമ്പ് നീ പുറത്തു പോയാൽ നിനക്ക് ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇനി അത് പറ്റില്ല, ഗേറ്റ് അടഞ്ഞു പോയില്ലേ. ഇവനിപ്പ ഇത് എങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഞാൻ എന്നെ ഇവിടെ വന്നിട്ട് 5 വർഷമായി. അത് കാരണല്ലേ നീ കേറി വന്നപ്പോ എന്നെ ഇവിടെ കാണണേ. ഓ, പറഞ്ഞേലൊക്കെ കുറച്ച് ലോജിക്കൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിത് അങ്ങോട്ട് വിശ്വാസം ആവണില്ല. ഓ, ഇവനിത് എങ്ങനെയപ്പോ പറഞ്ഞ് മനസ്സിലാക്ക? കാണിച്ചു തരാം. എന്തിനു പിന്നെ പിച്ചിയേ? നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി. ഇപ്പൊ നിനക്ക് വിശ്വാസായ? ഇതൊരു സ്വപ്നല്ല, ഇറ്റ്സ് റിയൽ. ഇതേ ഒരു കടുങ്കെട്ട്. എത്ര അഴിക്കാൻ നോക്കിയാലും മുറുകുന്ന ഒരു കടുങ്കെട്ട്.